ഉമ്മമാരെ കേട്ടോ, നല്ല പോലെ കേട്ടോ, പിരിശപ്പെട്ട പെങ്ങള് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങളുമായിട്ട് വന്നിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആരോടും പറയാത്ത ഒരാളും അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങള്, ഒരുപാട് പ്രയാസങ്ങള്, എണ്ണിയാൽ തീരാത്ത കഥകള്, കണക്കിലേറെ രോഗങ്ങള് എല്ലാം ഭാരമായി തലന്റെ മേലെ വെച്ചിട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങള്. ഇതിന് പരിഹാരം വേണോ? ഇങ്ങനെയുള്ള മജ്‌ലിസിൽ വന്നിട്ടിരുന്നിട്ട് നല്ലവരെ കൊണ്ടൊന്ന് ദുആരപ്പിച്ചോ. അവർ ദുആരക്കുമ്പോ ഒന്ന് നല്ല മണിയായിട്ട് ചന്തത്തിൽ ചെമ്പാപ്പ് പോലെ ഒന്ന് ആമീൻ പറഞ്ഞോ. നിന്റെ പ്രശ്നം തീരും കേട്ടോ, നിന്റെ ദോഷങ്ങളെല്ലാം മറക്കും കേട്ടോ, നിന്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരും കേട്ടോ. കാരണം ഇവിടെയുള്ള ദുആക്ക്, ഇവിടെയുള്ള നിങ്ങളെ ആമീനിന് മറയില്ല, അത് തട്ടപ്പെടുകയില്ല. ഇവിടെയുള്ള നിങ്ങളെ ദുആക്ക് വജബൽ ഇജാബ, ഓൺലി വൺ എന്നല്ല, അറ്റ്ലീസ്റ്റ് വൺ, ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും. ചിലപ്പോ എല്ലാരും നല്ലവരായിരിക്കും. ഇനിയിപ്പോ ആരും നല്ലവോ ആരും നല്ലല്ല എന്ന് ആർക്കും അറിഞ്ഞില്ലെങ്കിലും അവനവനറിയാം. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഞാൻ ഹോജരാജാവാണെങ്കിലും കമ്മീസും കോട്ടെല്ലാം ഇട്ടിട്ടാകുമ്പോ കൈമുത്തണമെന്നെല്ലാം തോന്നെങ്കിലും ഞാനാരും നിനക്കറിയാലേ, നിങ്ങാരും നിങ്ങൾക്കറിയാലേ, നിങ്ങാരും നിങ്ങൾക്കറിഞ്ഞിട്ടില്ലേ, എന്നാ പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്ന കാര്യം. അപ്പൊ ഞങ്ങൾ എത്ര നല്ലവരാണ് നമുക്ക് സ്വയം അറിയാലോ, അറിയില്ലേ? എന്നാൽ മുസ്തഫ നബി തങ്ങൾ പറയുന്നു എല്ലാവരും നല്ലവരാണ്. കൂടിയ 40 ആളും. ഇനി ഒരു വേള 40-ൽ 39 ആൾക്കാരും മോശക്കാരാണെങ്കിൽ അതിൽ ഒരാളെങ്കിലും നല്ലവനാണ്. അയാളെ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ട് 40 ആള് കൂടിയ ജാഗയിലെ സ്ഥലത്ത് നിങ്ങൾ ആമീൻ ചെല്ലാതെ മിണ്ടാണ്ടിരിക്കണ്ട, ദുആരക്കാതെ പോവണ്ട. അവിടെയുള്ളവന്റെ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. കാരണം ഈ കൂട്ടത്തിൽ ഒരാളെങ്കിലും അല്ലാഹുവിന്റെ വലിയുണ്ട്. നേരിരുന്നോളി. ആ ചെറിയ കിടാക്കളെല്ലാം കടത്തണമെന്നില്ല. അവലെ ആ ബടി പോലെ നടക്കുന്ന ബലിയോരെല്ലാം കടത്തിക്കോളി. വരുന്നെങ്കിൽ നീ ബലിച്ചിട്ട് കൊണ്ടുവരണ്ട. കാരണം ഇതങ്ങനെ ബലിച്ചിട്ട് കൊണ്ടുവരേണ്ട പരിപാടി ഡേണേറ്റ് മാച്ച് ഒന്നും അല്ല, ഇബാദത്താണ്. ഇബാദത്തിന് അത് വലിയ തൗഫീഖ് വേണം. മനസ്സുണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, ഗേട്ടിന്റെ അടുത്തോളം വന്നിട്ടുണ്ട് അഞ്ചലിട്ട് കാര്യമില്ല. ഉള്ളക്ക് വരണ അതിന് വലിയ തൗഫീഖ് തന്നെ വേണം. കാരണം എന്താ പറഞ്ഞാ ഈ പള്ളിയിൽ കയറിയിട്ട് 70 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അല്ലാഹു തആലാന്റെ അടുക്കൽ കൂലിയുള്ള ഇബാദത്താണ്, അവന് ഇഷ്ടപ്പെട്ട പണിയാണ് ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം. അപ്പൊ പിന്നെ അങ്ങനെ എല്ലാരും പറയും നിങ്ങൾ വിചാരിച്ചോണ്ടോ എന്നു വലിയ ബേജാറാ. നിങ്ങളെ ബേജാറ് ഇപ്പോഴത്തെ നടക്ക് തിരിഞ്ഞ്, നിങ്ങളെ ബേജാറ് എന്തെന്ന് ഇപ്പോഴാണ് തിരിഞ്ഞേ. ഓരോ ബേജാറെന്താ വളയം ജമാഅത്ത് വലിയ ജമാഅത്തല്ലേ, ചരിത്ര പ്രസിദ്ധമല്ലേ, ഇത്ര ബാല്യക്കാരുണ്ട്, കണ്ടമാനം മനുഷ്യന്മാരുണ്ട്, എന്നിട്ട് ഇന്ന് ആള് കുറച്ചല്ലേ. വരാത്തവന് ബേജാറല്ലേ, നിങ്ങൾക്ക് എന്താ ബേജാറ്? ചട്ടിക്കില്ലാത്ത ചൂട് മൂടുന്നതിന്. അല്ലാണ്ട് പിന്നെ ഇരിച്ചോർക്കും ബേജാർച്ചോർക്കും മനസ്സ് വെച്ചോർക്കും എല്ലാം വരാൻ പറ്റിയ പരിപാടി ഇത്. ഇതെന്ത് യക്ഷകാണ്? ഇതെന്ത് നാടക? ഇതിന് വേണ്ടത് തൗഫീഖാണ്. ആ തൗഫീഖ് ലഭിച്ച മഹാഭാഗ്യവന്മാരാണ് നിങ്ങൾ. അല്ലാഹു തആല ഞങ്ങളെയും അവരെയും നല്ലവരിൽ പെടുത്തട്ടെ. അല്ലാഹു ഞങ്ങളെ നല്ലവരിൽ പെടുത്തട്ടെ. ഇങ്ങനെയുള്ള നൽകാര്യങ്ങൾക്ക് ഏറിയ തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇത് ചെറിയ കാര്യമല്ല. ഇവിടെയുള്ളവന്റെ ദുആക്ക് ഉത്തരമുണ്ട്. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു 40-ൽ ഒരാളെങ്കിലും അള്ളാന്റെ വലിയാണ്. ഇവിടെ ഒരാളെങ്കിലും, ചിലപ്പോ 40 നിങ്ങൾ എല്ലാവരും ഔലിയാക്കന്മാരായിട്ടുണ്ടാവും. ഇനി എല്ലാരും അല്ല, ഞാൻ എന്തായെങ്കിലും അല്ല നിങ്ങൾ ചെന്നെങ്കിൽ ആയി ഇങ്ങ അല്ലെങ്കിൽ പിടി. ഏതായാലും ഒരാളെങ്കിലും അള്ളാന്റെ വലിയ തന്നെ. അത് നബി തങ്ങളുടെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇനി ലൈഫാക്കാനും ഖുറാഫാത്താക്കാനും പോണ്ട. അല്ല ഉസ്താദ്, അപ്പൊ അത് ആരും അറിയണ്ടേ? ഔലിയാക്കന്മാരെ മുന്നേ പഠിക്കണോ? ഔലിയാക്കന്മാരും ചെല്ലെങ്കിൽ സത്യത്തിൽ 99% ഔലിയാക്കന്മാരെ പറ്റി നമുക്ക് അറിയാനേ കഴിയല്ല. പിന്നല്ലേ ബാക്കി ഔലിയാക്കന്മാർ 4 തരാം. ഞമ്മ എടുത്ത വായിക്ക് കേൾക്കുന്നുണ്ട്. ഔലിയാൻ ചെല്ലുമ്പോ അയാൾ ഔലിയല്ല, കറാമത്തുണ്ട്, കറാമത്ത് വലക്കെ. എന്ത് കറാമത്തില്ലെങ്കിൽ വലിയാവേലേ? ഒരാൾ വലിയാണ് എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡ കറാമത്താണോ? കറാമത്തല്ല, ഇസ്തിഖാമത്താണ്. അയാൾ അല്ലാഹുവിന്റെ ദീനുമായി ജീവിക്കുന്ന മനുഷ്യനാണ്, ഹറാം സൂക്ഷിക്കുന്ന മനുഷ്യനാണ്, ഖറാഅത്ത് ഉപേക്ഷിച്ച മനുഷ്യനാണ്, ഫർളുകളും സുന്നത്തുകളും അതുപോലെ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ വലിയാണ്. ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. കറാമത്ത് നോക്കണ്ട, കറാമത്ത്
കറാമത്തെന്ത്? കറാമത്തുണ്ട്, അതുണ്ടാവും ചിലപ്പോ. ഇനി ഉണ്ടെങ്ങനെ വലിയ വലിയ ഔലിയാക്കന്മാർ എന്തോ കറാമത്ത് കാട്ടേയില്ല. അവർക്ക് കറാമത്ത് കാണിക്കുന്ന വിഷയങ്ങൾ അറിഞ്ഞാൽ വലിയ ചങ്കിയുള്ള വിഷയമാണ്. അതേതുപോലെ അറിയോ, കിതാബിൽ മഹാന്മാർ പറഞ്ഞ കാണാ, ഈ ഹൈലുകാരിയായ ഞങ്ങളെ പെണ്ണ് ഇങ്ങ എൻ്റെ കൂടെ ഇല്ലേ എന്നല്ലേ, ഈ മെൻസസ് ആയ പെണ്ണുങ്ങ, മാസക്കുളി വന്ന പെണ്ണുങ്ങ, എൻ്റെ ഭാര്യ, എൻ്റെ പെങ്ങ, എൻ്റെ മോള് ഒരു മാസക്കുളി വന്നെങ്കിൽ മൈക്ക് കെട്ടിയിട്ട് അല്ലെങ്കിൽ വാട്സപ്പില് അല്ലെങ്കിൽ ഫേസ്ബുക്കില് അല്ലെങ്കിൽ ആൾക്കാരില്ല ചെല്ലോ, ഇങ്ങനെ എനിക്ക് മാസക്കുളി അതിന് ഇന്ന് ഡേറ്റ് 18, എനിക്ക് ഇന്ന് തുടങ്ങി ചൊല്ലിക്കൊണ്ടോ, എത്ര സംഖ്യയാവും? അതിനെ മറച്ചു വെക്കാനാണ് അവർക്ക് ഇഷ്ടം. കാരണം അതിങ്ങനെ ചെല്ലി നടക്കുന്നവർക്കൊരു നാണക്കേടാണ്. എന്നാൽ അതിനേക്കാളേറെ നാണക്കേടുള്ളവരാണ് ഔലിയാക്കന്മാർ കറാമത്ത് പ്രകടിപ്പിക്കുന്ന വിഷയത്തിൽ. തിരിഞ്ഞേ, കറാമത്ത് കാട്ടുക എന്നത് അവർക്കൊരു ചങ്കിയുള്ള കാര്യമാണ്. പിന്നെ ഉസ്താ കറാമത്ത് വലിയ വലിയ മഹാന്മാരെല്ലാം കാട്ടീന്, അത് അള്ളാന്റെ ദീനിന്റെ ഗുണത്തിന്, സമുദായത്തിന്റെ ഗുണത്തിന്, നമ്മളെപ്പോലത്തെ സാധുക്കളെ ഗുണത്തിന് കാട്ടലാന്നല്ല. കറാമത്തില്ല എന്നുമല്ല, ഉണ്ട്. പക്ഷെ ഞങ്ങൾ എടുത്ത വായിക്ക് കേൾക്കുന്നതിന്റെ കറാമത്ത് എന്ത്? അയാൾക്ക് ദീനുണ്ടോ, നിലപാടുണ്ടോ, അത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഞങ്ങൾ പിറ്റേന്ന് തന്നെ വാങ്ങിച്ചായി കുപ്പിയും പെപ്സിന്റെ ഇത് എടുത്ത് തണ്ണി എടുത്തിട്ട് ഇവിടെ പണ്ടേയുള്ള മഹാന്മാർ ബാക്കി. ഇന്നലെ ഒരാളവിടെ ബന്ധിന് ചെല്ലുമ്പോ പാഞ്ഞിട്ടായി പോണ്ടെന്നല്ല. ഇനിയിപ്പോ നാളെ ക്ലിപ്പ് വരുമെന്ന് നമുക്കറിയാലോ, അയാൾ ഔലിയാക്കൾക്ക് എതിർന്ന്. ക്ലിപ്പിന്റെ വിഷയമല്ല ഈ പറഞ്ഞ. ഔലിയാക്കന്മാർ 4 ടൈപ്പാണ്. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ചില ഔലിയാക്കള് അവർ ഔലിയാക്കളാകുന്നു എന്നവരറിയും, ഔലിയാക്കളാണ് എന്ന് അവർക്ക് തന്നെ അറിയും, അവർ ഔലിയാക്കളാണ് എന്ന് അവരെ പറ്റി മറ്റുള്ളവരും അറിയും. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പോലെ ചില ഔലിയാക്കള് അവർ ഔലിയാക്കളാണെന്ന് അവരറിയും, പക്ഷെ അവർ ഔലിയാക്കളാണ് എന്ന് വേറെ ആരും അറിയാല. ചില ഔലിയാക്കള് അവർ ഔലിയാക്കളാണ് എന്ന് അവരറിയാല, പക്ഷെ അവർ ഔലിയാക്കളാണ് എന്ന് മറ്റുള്ളവരെല്ലാരും അറിയാം. ഇനി 4ാമത്തെ ഒരു വലിയുണ്ട്, 4ാമത്തെ ഒരു ഔലിയുണ്ട്. അതാരറിയുമോ? അയാള് വലിയാണ് എന്ന്, അയാൾ അല്ലാഹുവിന്റെ ഔലിയാണ് എന്ന് ആ ആണിനോ ആ പെണ്ണിനോ അറിയില്ല. അയാള് വലിയാണ് എന്ന് മറ്റുള്ളവർക്കും അയാളെ പറ്റി അറിയില്ല. തിരിഞ്ഞിച്ച ഔലിയാക്കന്മാർ 4 തരാണ്. അതിൽ 4ാമത്തെ ആളാരറിഞ്ഞ അയാൾ അല്ലാഹുവിന്റെ വലിയാണ് എന്ന് അയാൾ തന്നെ അറിയാല, പിന്നല്ലേ ഞാനും നിങ്ങൾ അറിയുന്ന. അതാണ് ഇടയുള്ള 40-ൽ ഒരാൾ മുസ്തഫായ റസൂലുള്ളാഹ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇടുണ്ട്. നിങ്ങൾ അങ്ങിങ്ങ് നോക്കണ്ട, ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, 40 ആൾ കൂടിയ ജാഗയിൽ നിങ്ങൾ അങ്ങനെ വട്ടാരെ കൂടിയിട്ട്. ചില മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ട്. അങ്ങനെ ഈ 2 സ്ഥലത്താണ് ഞങ്ങൾ അടിച്ചിട്ട് പോകുന്നത്. ഒന്ന് വയലിൻ്റെ അവിടെ, പിന്നൊന്ന് മരിച്ചോടെ. സത്യത്തിൽ ഈ വയല് കേട്ടിട്ട് 1.25 മണിക്കൂറോളം കേട്ടിട്ടിരുന്ന മനുഷ്യന് നടുകടച്ചലും ഇല്ല, കാള് ധരിക്കുകയില്ല, എന്തുമില്ല. 1 മണിക്കൂർ ദുആക്കിരിക്കുമ്പോ മതി ഞാൻ എത്തിയിരുന്നേ. സത്യത്തിൽ ഇനിയുള്ള ആ ദുആന്റെ ഒരു പവർ നിങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ആമീന്. പിന്നൊന്ന് മരിച്ചോടെ അവിടെ എല്ലാവരും അങ്ങനെ ഈ ഫ്രിഡ്ജ് തുറന്നിട്ട് നോക്കും പോലെ മയ്യത്തിന് ഇങ്ങനെ ഏറ്റിട്ട് നോക്കിയിരുന്നോ. ഇത് 5 ബീസിനെ ഇടത്തിനേടാ. സത്യത്തിൽ സ്വാലിഹീങ്ങളേതല്ലാത്ത മയ്യത്ത് നോക്കുക എന്നത് പുണ്യുള്ള കാര്യം ഒന്നുമല്ല. മയ്യത്തിനെ നോക്കാതിരിക്കലാണ് നല്ലത്. പിന്നെ ഒരു പിരിശപ്പാടും ഒരു സ്നേഹവും ഒരു വാത്സല്യം ഉണ്ടാകുമ്പോൾ നോക്കിപ്പോവും, സാധാരണയാണ്. എന്നാലും അവിടെയുള്ള മയ്യത്ത് നിസ്കാരം, അനന്തരകർമ്മങ്ങള്, ശേഷക്രിയകള്, ഇതൊക്കെ വലിയ കാര്യമാണ്. ഇതിനൊന്നും കൂടാതെ നടാടെ പെട്ടെന്ന് ചാടി എണീറ്റ് പോകുന്ന സമ്പ്രദായം, ഇതൊന്നും വലിയ കാര്യമല്ല, നല്ല കാര്യമല്ല. ഏതുവാകട്ടെ പൊന്നുമ്മ പൊന്നുപങ്ങള്, പിരിശപ്പെട്ട മുസ്ലിം, ഇവിടെയുള്ള ദുആക്ക് വലിയ ഇജാബത്തുണ്ട്. അതുകൊണ്ട് നല്ല മട്ടത്തിൽ ആമീൻ ചൊല്ലണോ, മനസ്സ് തുറന്നിട്ട് ആമീൻ ചൊല്ലണോ, ഖൽബ് തട്ടിയിട്ട് ആമീൻ ചൊല്ലണോ, നിങ്ങളെ മനസ്സിന്റെ മുറാദുകളും വിഷമങ്ങളും കരുതിയിട്ട് ആമീൻ ചൊല്ലണോ. ഇവിടെയുള്ള ഈ സമയത്തുള്ള ദുആക്ക് ഉത്തരമുണ്ട്. അല്ലെങ്കിലും സാധാരണക്കാരായ ചില മനുഷ്യന്മാരുടെ ദുആ അങ്ങനെയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇടം പിടിക്കപ്പെട്ട മഹാനാണ്. ആ മഹാൻ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതേ കിതാബുകളിലെല്ലാം അത് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ മക്കത്തായിരുന്നു. കുന്നാ ഫീ മക്കത്ത, ഞങ്ങൾ മക്കയിലായിരുന്നു ഹജ്ജിന്റെയോ ഉംറയുടെയോ കർമ്മങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഇരിക്കെ അവിടെ ശക്തമായ രീതിയിലുള്ള ഒരു വരൾച്ചയുണ്ടായി. ശക്തമായ ചൂട്, മഴയില്ല.
വെള്ളമില്ല. വല്ലാത്ത ഒരു ക്ഷാമകാലഘട്ടം. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, ഞങ്ങള് മക്കത്തായിരിക്കെ അവിടെ അതാ വല്ലാത്തൊരു ക്ഷാമം അനുഭവപ്പെട്ടോ. ഇപ്പൊ കാണുന്നില്ലേ നമ്മള് ചൂട് അല്ലെ? ഇപ്പത്തെ വല്ലാത്ത ചൂടല്ലേ? ഇതൊരു ചൂടേ അല്ല. അള്ളാഹു ചൂടെല്ലാം മാറ്റിയിട്ട് നമുക്ക് നല്ല വെള്ളം, മഴ തർച്ച് എല്ലാം കൊണ്ടും അള്ളാഹു കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സമയത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പഴയ കാലത്ത് ഇത് പറഞ്ഞതിനറിഞ്ഞ ഒരു സാധാരണക്കാരായ ചില മനുഷ്യന്മാരെ ആമീൻ, അവരുടെ ദുആ അത് വലിയ കാര്യമാണ്. അതിന് സിമ്പിളായി കാണാൻ പാടില്ല, നിങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ ആമീന് വലിയ പവറുണ്ട്. ഈ ചരിത്രം കേക്ക്, കിതാബ് നോക്കിയിട്ട് തന്നെ പറയുന്നേ, കിതാബ് നോക്കിയിട്ട് തന്നെ ചെല്ല, വെറുതെ പറയണ്ട. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നുണ്ട്, മക്കത്തങ്ങനെ വല്ലാത്ത ശക്തമായ ക്ഷാമം, മഴയില്ല, വെള്ളമില്ല, വല്ലാത്ത ചൂട്. അങ്ങനെ ഇരിക്കെ ഞങ്ങളെല്ലാവരും പരിശുദ്ധമായ മക്കയില്, ഹറമില്, അറഫകളില് ഞങ്ങൾ അല്ലാഹുവിനോട് ദുആരുന്നു, മഴനെ തേടുന്ന നിസ്കാരം നിർവഹിച്ചോ, കണ്ണീർ വാർത്ത് അല്ലാഹുവോട് പ്രാർത്ഥിച്ചോ. പക്ഷേ ലാ യസ്ദാദു ഇല്ലാ ശിദ്ദാ, ക്ഷാമം കൂടിയെന്നല്ലാതെ, ചൂട് കൂടിയെന്നല്ലാതെ, ഉള്ള വെള്ളം വറ്റിപ്പോയി എന്നല്ലാതെ, കഷ്ടകാലം വർദ്ധിച്ചു എന്നല്ലാതെ ഞങ്ങളെ ദുആക്കുത്തരമില്ല, മഴയില്ല. വെള്ളിയാഴ്ച തൊട്ടടുത്ത വെള്ളിയാഴ്ച വരെ ഞങ്ങൾ ഈ പരിപാടി പിന്നെ അങ്ങനെ തുടർന്നു. ധാരാളം നിസ്കരിച്ചോ. എവിടെയാ നിസ്കരിച്ചത്? പരിശുദ്ധമായ ഹറമിലെ മക്കത്ത്. എവിടെയാ ദുആരക്കണത്? അറഫകളില് ദുആക്കുത്തരമുണ്ട് എന്ന് പറയപ്പെട്ട പുണ്യ സ്ഥലങ്ങളില് നല്ലവരായ വലിയ വലിയ ആൾക്കാർ, സാദാത്യങ്ങൾ, തങ്ങന്മാർ, ആലിമീങ്ങൾ, നല്ലവരായ മുഅ്മിനീങ്ങളൊക്കെയും കൂടിയിട്ട് ദുആരുന്നു. പക്ഷേ ലാ യസ്ദാദു ഇല്ലാ ശിദ്ദ, ശക്തമായ ചൂട് പിന്നെയും കൂടി എന്നല്ലാതെ, മഴയില്ലാത്ത അവസ്ഥ തുടർന്നു എന്നല്ലാതെ ഒരു പരിഹാരവുമില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ അങ്ങനെ ദുആരുന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞു, പ്രാർത്ഥന നിർഭരമായിട്ട് കഴിയുന്നത് ഒരാഴ്ച കഴിഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു സാധാരണക്കാരൻ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു. അവിടെ എവിടെയോ കുന്നും പുറത്ത്, കുന്നിന്റെ താഴ്ഭാഗത്ത് ആടുമേച്ച് നടക്കുന്ന ഒരു മനുഷ്യന്, കറകറുത്തൊരു നീഗ്രോ വംശജനായ മനുഷ്യന്, വലിയ ആലിമല്ല, തങ്ങളുടെ കുടുംബത്തിൽ പെട്ടയാളല്ല, സാധാരണക്കാരനായ ഒരാളാണ്. ഞങ്ങൾ ഇങ്ങനെ ദുആരുന്നിട്ട് ആഴ്ചകൾ പിന്നിടുന്ന ഈ സമയത്ത് ആ മനുഷ്യൻ അങ്ങനെ ചെരുപ്പം കയ്യിൽ പിടിച്ചിട്ട് വന്നു. ചെരുപ്പം അങ്ങനെ ഊരിയിട്ട് കയ്യിൽ പിടിച്ചിട്ട് നടന്നു വരികയാണ്. അയാളെ കോലം കണ്ടാലോ, റജുലുൻ അസ്വദുൻ വളഈഫുൽ ബദനി, കറകറുത്ത മനുഷ്യനാണ്, അതോടൊപ്പം മുരിങ്ങക്കോല് പോലെ മെലിഞ്ഞയാളാണ്. നമ്മളെ പോലെ 84 കിലോ ഇല്ല, എന്നെ പോലെ ചന്തവും ഇല്ല, കറുത്തയാള്. നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതായത് കുറച്ച് കാണാനില്ല, ഒരു ചേലില്ല, ഒരു എന്തോ 100 ഗ്രാംസ അല്ലെങ്കിൽ 300 ഗ്രാംസ കമ്മി ഉണ്ടെന്നെങ്കിൽ ഓൻ ആരും മൈൻഡ് ആക്കുന്നത്, ഓൻലി ഫോണിൽ ചെല്ലെങ്കിൽ മതിയെന്ന്, ഓൻലി ചെല്ലണമെന്നേ ഇല്ല. എന്തേ അങ്ങനെ ചിന്തിക്കുന്ന ചില മനുഷ്യന്മാർ, ചില ആൾക്കാരെ ഞങ്ങൾ അവരെ അളവും തൂക്കവും നോക്കിയിട്ട് വിലയിരുത്തലുണ്ട്. എന്നാ കേട്ടോ, അങ്ങനെയുള്ള മനുഷ്യന്മാരെ പോരിശന്ത്. മഹാനവറുകൾ പറയാണ്, ആ കറുത്ത മെലിഞ്ഞ മനുഷ്യൻ ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നു. എന്നിട്ട് അയാൾ അവിടെ ദുആരക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ദുആരക്കുന്ന ഒരാഴ്ച കഴിഞ്ഞ നൂറുകണക്കിന് ജനങ്ങള് ദുആക്ക് ഇജാബത്തുള്ള പരിശുദ്ധമായ മണ്ണില് വലിയവരായ ആൾക്കാരെ കൂട്ടിയിട്ട് ദുആരക്കുന്നത് ആഴ്ചകൾ പിന്നിട്ടു. പക്ഷേ ദുആക്കുത്തരമില്ല, മഴയില്ല, കാലാവസ്ഥക്ക് മാറ്റമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യനെ കടന്നു വന്നോ. എന്നിട്ട് അയാൾ നേരെ ചെല്ലുകയാണ്. 2 റക്അത്ത് നിസ്കരിച്ചോ. അയാൾ അവിടെ ചെന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്നിട്ട് അയാൾ ദുആരക്കുന്നു, അല്ലാഹ് ലാ റഫഉ റഅസി മിനസ് സുജൂദി ഹത്താ തസ്കാ ഇബാദക. പടച്ച റബ്ബേ, ഞാൻ ഈ സുജൂദിൽ നിന്ന് തല പൊന്തിക്കണമെങ്കിൽ, ഞാൻ ഈ സുജൂദിൽ നിന്ന് തല ഉയർത്തണമെങ്കിൽ, ഞാൻ ഈ നീട്ടിയതായ
കൈ മടക്കണമെങ്കിൽ നീ കാണുന്ന ജനങ്ങൾക്ക്, നാട്ടുകാർക്ക്, നിന്റെ അടിമകൾക്ക് മഴ കൊടുക്കണമല്ല, വെള്ളം കൊടുക്കണമല്ല. ഇവർക്ക് മഴ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ സുജൂദിൽ നിന്ന് തലപൊന്തിക്കുന്നില്ല എന്നയാള് ദുആരക്കേണ്ട താമസം സ്വിച്ചിട്ട പോലെ ആകാശലോകത്ത് മേഘങ്ങൾ അങ്ങനെ ഉരുണ്ടുകൂടുകയാണ്. ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ വരുന്നു. ധാരാളം മഴ വർഷിച്ചോ. പാടവരമ്പുകൾ നിറഞ്ഞോ, പുഴകൾ നിറഞ്ഞു കവിഞ്ഞു ഒഴുക. ശക്തമായ മഴ ആഴ്ചകളോളം മഹാൻ പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, ആഴ്ചകളോളം ഞങ്ങൾ ദുആരന്നിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു സാധാരണക്കാരനായ മനുഷ്യനൊന്ന് ദുആരന്നിട്ടാകുമ്പോ, ഒന്ന് ആമീൻ ചൊല്ലിയിട്ടാകുമ്പോ പെട്ടെന്ന് റബ്ബതാ ഉത്തരം ചെയ്യുകയാണ്, മഴ തരികയാണ്. മഴ തന്നോ വന്നവരെല്ലാം മഴയത്ത് നനഞ്ഞു പോയി. പലരും അതാ വെള്ളത്തിൽ അങ്ങനെ നടന്നു പോവുകയാണ്. ഈ വന്ന മനുഷ്യന് ദുആരുന്ന ഈ സാധുവായ മനുഷ്യന് റജുലുൻ അസ്വദുൻ വളഈഫുൽ ബദനി, മെലിഞ്ഞ കറകറുത്ത ഈ മനുഷ്യന്, ദുആരുന്ന ഈ മനുഷ്യന്, മട്ടം പോലെ അല്ലാഹുവിലേക്ക് കൽബ് തുറന്നു വെച്ചിട്ട് ആമീൻ പറഞ്ഞ മനുഷ്യന്, അയാളും അതാ തന്റെ ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട് നടക്കുകയാണ്. അങ്ങനെ പോകുമ്പോ ഞാൻ അയാളെ പിന്നാലെ ചെന്നോ, നമ്മള് പ്രസിഡന്റ് ആജിക്ക് ഭയങ്കര ടെൻഷനിലുണ്ടാവും. ഞാൻ ഇയാളിൽ 3-4 വട്ടം ചെല്ലണം, കുടുംബജീവിതം ചെല്ലണോ. ഇയാള് വിഷയം തുടങ്ങിയിട്ടല്ലേ. ഞാൻ അടക്ക തന്നെ വരുന്നില്ല. കാരണം പറഞ്ഞ നമ്മളെ ദുആക്ക് ഉത്തരം കിട്ടാത്തത് കുടുംബബന്ധം മുറിച്ചതുകൊണ്ടാണ്. നമ്മളെ നെറ്റിയിൽ നിസ്കാരത്തിന്റെ കലയും ഉണ്ട്, കയ്യിൽ തസ്ബിന്റെ മാലയും ഉണ്ട്, 7-ാം വാൻഡിലും ഉണ്ടാണ്ട് 8 കൊല്ലായി. അളിയന്മാരെ മുഖം കാണാതെ 16 കൊല്ലായി. ഇതിന്റെ ഇടയിൽ 3 വട്ടം ഉംറക്കെല്ലാം പോയിട്ട് വന്നനോ. എന്തിനു പോയിനോ നല്ലതല്ല. ഓന് ഊട്ടിക്ക് പോയിട്ട് അവിടെയുള്ള തണുപ്പ് കൊണ്ടിട്ട് വരാൻ ഈ ചൂടിന്റെ ടൈമിൽ. ഓനും തുമ്പ്ര, കുടുംബക്കാരിൽ ചൊടിച്ചേക്കുന്നവനും തുമ്പ്ര. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം വരാം. അതിക്ക് ബേജാറാണ്ട. എന്റെ വിഷയം എന്നതാണ്. ഞാൻ വിഷയം മാറ്റുന്നില്ല. പിന്നെ ഈ സഡൻലി വിഷയം ചൊല്ലിട്ടാകുമ്പോൾ നമുക്കും ഒരു ദബുദീപാണ്. കാരണം എന്തേ, ഞങ്ങൾ ഒരെ പോലെ എന്തോ വലിയ വലിയ ബൈഹാർട്ടുള്ള മനുഷ്യന്മാരെന്തോ അല്ല. പിന്നെ അയാൾ സൂചിപ്പിച്ചതിന് മുന്നേ ഇരിക്കുക. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു എല്ലാവരും പോയി. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളും പോയി. ആ ദ്വാരുന്ന മനുഷ്യനും പോയി. ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ പോകുമ്പോ അയാളെ ബാക്കിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പോയി. ഒരു ചോദിച്ചു, അല്ല നിങ്ങൾ ആര്? അപ്പൊ അയാൾ കേട്ട് എന്തേ വാട്സപ്പിൽ മൂറ്റ് ആഡാക്കുന്ന? അല്ലല്ല, അങ്ങനല്ല, നിങ്ങൾ ആരെന്ന് അറിഞ്ഞനെല്ലാം ഉണ്ടായി. കാരണം ഞങ്ങളുടെ 1-1.5 എല്ലാവരും കൂടിയിട്ട് ദ്വാരക്കുന്നു. എല്ലാ ദിക്റും ചൊല്ലിയിട്ടായി. ബുർദും അക്സാം പൈത്ത് മുക്കാപാദ്യം തീർന്നു. ഞാനിത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷയിൽ ചെന്നത്. ഇങ്ങനെ നാളെ എന്തെല്ലാം ആൾക്കൊട്ടാക്കിയിട്ടുണ്ട് അല്ലെ. കല്ലിമിന്നാസാല കതിരി ഒക്കൂലിന്ന തിരിയുന്ന ഭാഷയിൽ ചെല്ലെങ്കിൽ പിന്നെ കുറെ വേല പറഞ്ഞില്ലല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആര്? എന്ത് കഥ? എന്തേ? അല്ല, അങ്ങനല്ല, ഞങ്ങളുടെ മഴയില്ലാണ്ട് ഭയങ്കര ചൂടും ഭയങ്കര വെയിലും എല്ലാം കൃഷിയെല്ലാം ഉണങ്ങിയിട്ട് പോയി. മനുഷ്യന്മാർ മെയ്യത്തായി, കിണറ്റിലെല്ലാം വെള്ളം പോയി, അത് പോയി, ഇത് പോയി, എന്തില്ലാണ്ട് ഞങ്ങൾ ബേജാറുണ്ടായി. 1-1.5 ആഴ്ചയായി ഞങ്ങൾക്ക് വരക്കുന്നു. എന്തൊരു ഗുണമില്ല. നിങ്ങൾ വന്നിട്ട് അവിടെ ഒരു മൂലയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പഠിച്ചോനെ മഴ തരണോ? അല്ല, മഴ തന്നില്ല എന്ന് കണ്ടെങ്കിൽ ഞാൻ എടുത്തു പോന്നേ ഇല്ല എന്ന് പറയണമെങ്കിൽ മഴ വന്ന്. ഇത് അന്നത്തെ കഥ. നമ്മൾ മലയാളക്കരയിലും ഇതുപോലെ ആയിന്. കേരളത്തിന്റെ ആലിമീങ്ങൾ, മഹാന്മാരായ സാദാത്യങ്ങൾ, തങ്ങന്മാരെ ചരിത്രമെടുത്താലും ഇത് പറയാനുണ്ട്. ഇതേപോലെ വെള്ളം ഇല്ലാണ്ട് ഔലിന്റെ കരയിൽ ഒലെടുക്കാൻ വേണ്ടി ഇരുന്ന ആള്, അവിടെ ഔലിന്റെ കരയിൽ ഒലെടുക്കാൻ വേണ്ടി ഇരുന്ന ആള് വെള്ളമില്ല. ആ ഒലെടുക്കാൻ വേണ്ടി പോയ ആള് അവിടെ അല്ലാഹുവിനോട് പറഞ്ഞു, പഠിച്ചോനെ, നിന്റെ മഴയുടെ വെള്ളത്തിൽ ഒലെടുത്തെങ്കിൽ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ഒലെടുക്കുന്നില്ല. അപ്പമായിരുന്നു. എന്തൊരു നാവ്, എന്തൊരു ഈമാന്, എന്തൊരു അള്ളാഹുമായിട്ടുള്ള ബന്ധം. ഞങ്ങളുടെ 36 കൊല്ലം ഇത് വരക്കുന്ന ഒരു ഗുണമില്ല. അയാൾ ചെന്ന് തന്നെ ഉസ്താദെ നിങ്ങൾ ദ്വാരക്കി, നിങ്ങളും ദ്വാരക്കി. ഇവിടെ ചെന്നും പറഞ്ഞ ഞങ്ങൾ ദ്വാരക്കുന്ന എന്ത് ഗുണമില്ല സാർ, നിങ്ങൾ ദ്വാരക്കിയാണ്. അയാൾക്ക് അറിഞ്ഞിന് ദ്വാരത്തിന് ഗുണമില്ല. അയാൾക്ക് അറിഞ്ഞിന്. അങ്ങനെ നിരാശപ്പെടാൻ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? മഹാൻ മറുപടി പറഞ്ഞത്, ഇയാളോടല്ല, ചെരുപ്പും കയ്യിലും എടുത്തിട്ട് തുമാരുന്നിട്ട് പോയ ആ മനുഷ്യൻ, സാധാരണക്കാരനായ ആ മനുഷ്യൻ, റജുലുൻ അസ്വദ്, കറുത്ത ആ മനുഷ്യൻ, ലഈഫുൽ ബദനി, മുരിങ്ങക്കോല് പോലെ മെലിഞ്ഞ ആ മനുഷ്യൻ. അതേ, ആരാ? ഞങ്ങളിൽപ്പെട്ട, ഞങ്ങളെ പോലല്ല. അയാൾ ആരാണ്? അയാൾ
ഒന്നുമല്ല, ഒരു ചുക്കുമല്ല എന്ന് ചിന്തിക്കുമാർ നിലക്കുള്ള പലരും മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യൻ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോടല്ല, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോ, നിങ്ങളെ അഡ്രസ് പറയുമോ എന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോടല്ല, ആ മനുഷ്യന് മറുപടി പറഞ്ഞത് അല്ലാഹുവിനോടാണ്. പടച്ച റബ്ബ് യാ ആലിമസ്സിരി ഇന്ന സിർറ ഖദ് ലഹറ, യാ ആലിമസ്സിരി ഇന്ന സിർറ ഖദ് ലഹറ വലാ ഉരീദു ഹയാതി ബഅദ മഷ്തഹറ. പടച്ച റബ്ബ് രഹസ്യങ്ങൾ അറിയുന്ന അല്ലാഹ്, മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളറകൾ അറിയുന്ന അല്ലാഹ്, ഇനി എനിക്ക് ഇവിടെ ജീവിക്കണമെന്ന് ആശയില്ല. കാരണം എന്നതാ ചില മനുഷ്യന്മാർ അറിയാൻ തുടങ്ങിയിട്ടായി. ഇനി നാളെ പിന്നെ തണ്ണിയും കുപ്പിയും നൂച്ചറും വരും മന്ത്രിക്കാൻ. ചില മനുഷ്യന്മാർ കയ്യും കാളും പിടിക്കാനും വരാ. പറഞ്ഞു പോണോ, ഇതാ ഇങ്ങനത്തെ മനുഷ്യന്മാർ നമ്മൾ വലിയൊരു ഭാഗ്യാണ്, പോണോ പോണ്ടെന്നല്ല. ഞമ്മക്കിപ്പോ എന്താ അറിഞ്ഞ കറാമത്തും ഔലിയും തന്നെ ആയിപ്പോയി. ഇപ്പൊ മനുഷ്യന്മാരെ കാട്ടിയാറ് ഔലിയാക്കന്മാരായിപ്പോയി. ഇങ്ങനെ എന്തെല്ലോ ചിന്തിച്ചിട്ട് തലമുണ്ടാക്കണ്ട, പെരുന്നാട്ട് വിളിച്ചില്ലെങ്കോ അല്ല, അങ്ങനത്തെ നീയത്തൊന്നും ഇല്ലാന്ന്. കറാമത്തിന്റെ പൂരം, കറാമത്തിന് ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല. പോ എന്ത് ഔലിയ ഇതാ കാണുന്ന ഉണ്ടോട്ടും ഇല്ല, വിഷയമില്ല, അമിതമായിട്ട് അവരോടും എന്തുമില്ല. അവരായി അവരെ പാടായി അല്ലാഹു അവരെ കാണ്, അവരെ കൊണ്ട് ദ്വാരപ്പിക്കുക, എല്ലാം നിന്റെ പിന്നെ ശനിയും പിരിയും. കുറെ അപ്പുറമൊന്നും പോണ്ട, കടലും കടന്ന് ചാടിയും പോണ്ട ആവശ്യമില്ല. ഒരു ബസ് മന്ത്രിപ്പിച്ചോ, അവർക്ക് ഞങ്ങളെ ഭാഗ്യമാണ്. അത് നബിതങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ ദീനിന്റെ ആലിമീങ്ങളാണ്, ദീനിന്റെ വെളിച്ചങ്ങളാണ്, അല്ലേ? അവർ ഈ ഭൂമിയിലെ ലൈറ്റാണ്, വെളിച്ചമാണ്. അവരോട് ദ്വാരപ്പിച്ചോ, അവരെ കൊണ്ട് മന്ത്രിപ്പിച്ചോ, തെറ്റല്ല. പക്ഷേ അഡ്രസ് ഇല്ലാത്തവന്റെ ബാക്കിന്ന് കൂടണ്ട, കേട്ട് കേൾവി ഇല്ലാത്തവന്റെ പിന്നാലെ പോവണ്ട, കണ്ട അണ്ടനെയും അടകോടനെയും അനുസരിക്കാൻ കണ്ട. എന്നാൽ മഹാന്മാർക്ക് അത് ഇഷ്ടവുമല്ല. ഈ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ഇയാളോട് നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോ അയാൾ അല്ലാഹുവിനോട് മറുപടി പറഞ്ഞു, പടച്ച റബ്ബ് യാ ആലിമസ്സിർ ഇന്ന സിർറ ഖദ് ലഹറ വലാ ഉരീദു ഹയാതി ബഅദ മഷ്തഹറ. പടച്ച റബ്ബ്, എന്നെ പലരും അറിയാൻ തുടങ്ങിയിട്ടായി, എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു. മനുഷ്യന്മാരെ കട്ടപ്പാടും ബേജാറും കണ്ടപ്പോ ഞാനൊന്ന് ദുആരുന്നതാണ്. നീ ഉത്തരം ചെയ്തോ, പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് നാട്ടുകാർ അറിയുമെന്ന് ഞാൻ അറിഞ്ഞില്ല അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, എന്നെ ആൾക്കാർ അറിഞ്ഞ സ്ഥിതിക്ക്, നാലാൾക്കാരെ മനസ്സിലാക്കിയ സ്ഥിതിക്ക്, എന്റെ അഡ്രസ് ചോദിച്ചു വരുന്ന ഒരവസ്ഥ എത്തിയ സ്ഥിതിക്ക്, വലാ ഉരീദു ഹയാതി ബഅദ മഷ്തഹറ, എനിക്കിവിടെ ജീവിക്കണമെന്ന ആശയില്ല അല്ലാഹ്, എന്നെ നീ മരിപ്പിച്ചിറല്ലാ എന്ന് പറയേണ്ട താമസം ആ കറകറുത്ത മനുഷ്യനതാ മെലിഞ്ഞൊട്ടിയ മനുഷ്യന് പെട്ടെന്ന് അവിടെ മരിച്ചു വീണോ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് നിനറിയാം, ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ദുആ. അയാള് ആമീൻ, ആമീൻ എന്നത് ദുആയാണ്. ആമീൻ ചെല്ലിങ്ങന്ത്, ആമീൻ ചെല്ലിങ്ങന്ത്, ആമീൻ ചെല്ലിങ്ങന്ത് എന്ന് ചെല്ലണമെങ്കിൽ ആമീൻ ചെല്ലാനേറുന്നില്ല ചില മനുഷ്യന്മാർക്ക്. പിന്നല്ലേ എന്ത് ചില മനുഷ്യന്മാർ ആമീൻ ചെല്ലാൻ കണ്ടറിഞ്ഞ ആമീൻ ബായി കൂടിനി കൂടിയ കൂട്ടൽ മൂന്നക തുറക്കല്ലേ, അങ്ങനത്തെ കൂട്ടൽ. അങ്ങനെ കൂടിയിട്ടാ എന്താന്നറിഞ്ഞ അവസാനത്തെ മീമ് പോയിട്ട്, അവസാനത്തെ നൂന് പോയിട്ട് മീമാണ്. നിങ്ങൾക്ക് മീമും നൂനും തിരിഞ്ഞിട്ടില്ല എന്നല്ലേ, ഇംഗ്ലീഷ് മീഡിയം ആണല്ലേ. അവസാനത്തെ എന്നെ പോയിട്ട് എമ്മാണ്. അവസാനം എന്താ ആണ്ടിയെ നിങ്ങൾ എന്തെങ്കിലും ചെല്ലുമ്പോ നിങ്ങൾ ഇങ്ങനാക്കി ഇങ്ങനെ അവസാനത്തെ അക്ഷരം ഏതെന്ന് ആമീൻ ചെല്ലുമ്പോ കുറെ അപ്പുറം പോയിട്ടാരാ നിങ്ങ ആമീൻ. ഒരിക്കലും ബായി കൂടാൻ പാടില്ല. ബായി കൂടിയാ പോയി, അർത്ഥം മാറി, എല്ലാം പോയി. നല്ല ജാഗ്രത. തോന്നിയ പോലെ ചെല്ലേണ്ടതല്ല ദിക്റും തസ്ബീഹും ഖുർആനും. മുഞ്ഞാന്ന് ഒരിടത്ത് മാരിസ്കാരത്തിന് കയറി, വയലിന്റെ പോകുന്ന കൗജിൽ തന്നെ പെരുന്ന കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ബൈ നോമ്പ് കഴിഞ്ഞിട്ട് പള്ളിയിൽ കയറി ജമാഅത്ത് നടക്കുന്നുണ്ട്. എന്തോ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് അവൻ സൈഡിൽ തന്നെ അവന്റെ സൈഡിൽ
നിൽക്കാനും കിട്ടി. അതിന്റെ ഇപ്പുറത്തന്നെ ഒരാളുടെ നല്ലൊരു മനുഷ്യൻ. പക്ഷെ അയാൾ ആമീൻ ചെല്ലുമ്പോ എനക്കെ ബേജാറായി. ചെല്ലിയതെങ്ങനെ പള്ളിന്റെ കൊബള് പാറു ആ കൂറ്റിലി തന്നെ അയാൾ ലാസ്റ്റ് ഭയ എനക്ക് അയാളുടെ പിരിസത്തിൽ ചെല്ലേണ്ടി വന്നു. എനക്ക് അങ്ങനെ കേട്ടതാ നിങ്ങൾ അങ്ങനെ ചെല്ലുന്നതാന്നറിയാല. നിങ്ങൾ ബേജാറാക്കിയിരുന്നു. നിങ്ങൾ ഒരിക്കും കൂടി ചെല്ലണമെങ്കിൽ എന്തും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ശരിയാക്കാഞ്ഞി, അല്ലെങ്കിൽ എനക്ക് തെറ്റിദ്ധരിച്ചു പോയിനെങ്കിൽ നിങ്ങളോട് ഞാൻ മാപ്പും കേട്ടറാ. അപ്പൊ അയാൾ ചെല്ലിയത് രണ്ടാമതും അങ്ങനെ. അപ്പൊ ഞാൻ ചെല്ലി അങ്ങനല്ല ആമീൻ. അവസാനം എന്നെ ബായ് കൂടിയിരണ്ട, ബായ് കൂടാൻ കഴിയ എന്ത് ഈ ആമീൻ ചെല്ലിന്റെ അർത്ഥം തെറിഞ്ഞ അത് വലിയൊരു അർത്ഥമുള്ളത് അയാണ്. ആമീൻ ഐ ഇസ്തജിബ് യാ അല്ലാഹ്. പടച്ചോനെ ഞങ്ങൾ കേട്ടതെല്ലാം നീ തന്നിരണോ അല്ലാ, നീ ഉത്തരം ചെയ്യണോ അല്ലാ. ആമീൻ എന്നത് ദുആയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, മൂസാ നബിയും ഹാറൂൻ നബിയും രണ്ടാളും ദുആയിരുന്നു. ആരെല്ലാം സഹോദരന്മാരാണ്, ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരാണ് അല്ലേ. സാലിസുൽ ബശരി മൂസാ, മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ഈ ലോകം കണ്ട ഏറ്റവും വലിയ നല്ല മനുഷ്യരിൽ രണ്ടാമൻ മൂസാ നബിയാണ് അല്ലേ. സാലിസുൽ ബശർ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. ആ മൂസാ നബിയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബിയും രണ്ടാളും ദുആരുന്നപ്പോ അല്ലാഹ് പറയുന്നുണ്ട്, രണ്ടാൾക്കും ഞാൻ ഉത്തരം ചെയ്തു. സത്യത്തില് രണ്ടാളും ദുആരുന്നിട്ട. അപ്പൊ അല്ലാഹ് കളവ് ചൊല്ലിയതാ. അല്ലാഹ് കളവ് ചൊല്ലിയതല്ല, മൂസാ നബി മാത്രം ദുആരുന്നനെ. ഹാറൂൻ നബി ആമീൻ ചൊല്ലിയതാണ്. പക്ഷെ ഈ ആമീനെയും കൂട്ടിയിട്ട് അല്ലാഹ് പറഞ്ഞെന്തറിഞ്ഞ രണ്ടാളും ദുആരുന്നു. അപ്പൊ ആമീനും ദുആയാണ്. അപ്പൊ മട്ടം പോലെ ചെല്ലണോ. ആമീൻ എന്നത് ചെറിയ കാര്യമല്ല, അത് വേണ്ടേ. യാ അല്ലാഹ്, ചില മനുഷ്യന്മാർ ആമീൻ ചെല്ലുന്ന കോലം കണ്ടെങ്കിൽ, ദ്വാരക്കുന്ന കോലം കണ്ടെങ്കിൽ, ഇപ്പൊ ഈ ചെല്ലിട്ട് അയാളെല്ലാം കേട്ട സ്ഥിതിക്ക് നിങ്ങൾ നാളാക്കാലം ഇങ്ങനെ ചൊല്ലും കൈയെത്തിയിട്ട് ആമീൻ ആമീൻ. അഞ്ചിൻ്റെ വേണം നോക്കി ഇങ്ങനെ ഉണ്ടാവും കൈ ആമീൻ. ആർക്ക് വേണോ? ആറിൻ്റെ ഒരു കൈ മൂക്കിന്റെ ഉള്ളിലും ഒരു കൈ താതിയും ആമീൻ. നിസ്കാരത്തിന് ശേഷം ദ്വാരക്കുമ്പോ നോക്കിയാലോ നിങ്ങൾ. പിന്നെ ഒന്നുണ്ട്, ചില ഉസ്താദ്മാർ ദ്വാരക്കും അങ്ങനെ. അയാൾ 12 കൊല്ലം ദർസുലോദീന് മീസാന് തുടങ്ങിയിട്ട് അയാള് ജമ്മുൽ ജവാമിയ, മുഖ്തസറ, മൈബദിയ, കാളിയ, ഹംദുല്ലയ, ജഗ്മീന എന്ത് ഓദിന അയാള്. ആ ഓദിന്റെ ഇടയിൽ അയാൾ എത്ര ദുആ കാണാതെ പഠിച്ചിന്. അതിനെല്ലാം ദ്വാരുന്നത് തന്നെ. പോ മനുഷ്യന്മാർക്ക് വെടിഞ്ഞിട്ട് അങ്ങ് എത്തിയിട്ട് അങ്ങനെ ദ്വാരക്കാൻ പാടില്ല. എല്ലാം ചുരുക്കണോ, ഹുത്തുപാടക്കം ചുരുക്കണോന്നാ, ഷോർട്ടാക്കണോ. നിങ്ങൾ വിചാരിച്ചോണ്ട ഖത്തീബിനെന്തോ അറിയാലെന്ന്. അയാൾ അറിഞ്ഞിട്ടാണ് പോയി ഷോർട്ടാക്കുന്നത്. അറിഞ്ഞ ഖത്തീബുമാരൊന്നും നന്ന നീട്ടല്ല. ഞങ്ങൾ ഉസ്താദിന്റെ ദുആ കണ്ടിട്ട് പാട്ട് കേൾക്കാൻ എന്തൊരു രസം, എന്തൊരു ഭക്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ആ കഴിവ് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാം ഷോർട്ടാക്കണോ, ചെറുതാക്കണോ, നീട്ടേണ്ടതല്ല. ഏതോ ഒരു കമ്മിറ്റിക്കാർ മീറ്റിംഗ് കൂടി തീരുമാനിച്ചാലോ പുതിയ ഉസ്താദ് പോയി നടക്കും ഈ കുറി. പുതിയ ഉസ്താദ് പോയിട്ടാകുമ്പോൾ ചില ഉസ്താദിനും ചില കണ്ടീഷൻ ഉണ്ടാവും. അയാൾക്കും അങ്ങനെ കുറെ ഈമാനും ഇഖ്ലാസും കൂടുന്നു ഒരു 3 മാസത്തേക്ക്. പുതിയതായിട്ട് പോയെങ്കിൽ അങ്ങനെ ജോറു ദിക്റും തസ്ബീഹെല്ലാം 3 മാസം കഴിഞ്ഞെങ്കിൽ പിന്നെ അയാൾ വേണ്ടത്തോല്ല. അങ്ങനെ പറ്റാതെ ഇഖ്ലാസ് ഒരേപോലെ. കമ്മിറ്റിക്കാരും അങ്ങനെ ഫസ്റ്റ് വന്നിട്ടാകുമ്പോ സെക്രട്ടറി 3 കുറി റൂമിലേക്ക്, പ്രസിഡന്റ് 6 കുറി റൂമിലേക്ക്, ഖജാൻജി റൂമിന്റെ ഉള്ളിലേ പോന്നേ ഇല്ല. ഒരു ചായ ഇവിടുത്തെ വിഷയമല്ല, നിങ്ങളെ വിഷയമല്ല. ಜಾಗತಿಕ ಮಟ್ಟದಲ್ಲಿ ಇಂತಹ ವಾತಾವರಣ നിങ്ങളെ വിഷയം പറഞ്ഞല്ല. അങ്ങനെ പോയിട്ടാകുമ്പോ ഏതോ ഒരടുത്ത് ഉസ്താദ്, ഈ കുറി പുതിയ ഒരു ഉസ്താദ്, ഞാൻ എന്നെ കടത്തിന് ആളെ കടത്തിന് ഞാൻ തന്നെ. അയാൾ നല്ല ഫിറ്റാണ്, ആള് ബാക്കവിയാണ്, ഉഷാറാണ്, എല്ലാമാണ്. അങ്ങനെ അവിടെ പോയിട്ട് പള്ളിയിൽ ജോയിൻ ആയിട്ട് പിറ്റേന്ന് തന്നെ മീറ്റിംഗ് കൂടിയിട്ട് നമുക്ക് കമ്മിറ്റിക്കാർ പാസ്സാക്കിയിട്ട് അത് തീരുമാനിച്ചിട്ട് ഇയാളോട് പറ്റി ചെല്ലിയല്ലോ, ഉസ്താദെ ഞങ്ങൾ പുതിയ തീരുമാനം എടുത്തിന്. എന്ത്? നിങ്ങൾ എപ്പോഴും സുബഹിസ്കാരത്തിന് 6-ാം സൂറത്തും അൽബക്കറ ഓതണോ? സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ട് ഇസ്ലാമിൽ. അങ്ങനെ ഒരു സൂറത്ത് ഓതാൻ പറ്റുമോ? പറയപ്പെട്ട ചില രാത്രികളിലും ദിവസങ്ങളിലും ഒരു നിശ്ചിത സൂറത്ത് ഓതണം, വലുത് ഓതണോ, സൂറത്തുൽ ജുമാ, സൂറത്തുൽ മുനാഫിഖൂൻ, ഇങ്ങനെയുള്ളതെല്ലാം ഓതണം എന്നല്ലാതെ എപ്പോഴും വലിയ സൂറത്ത് ഓതാനുണ്ടാ? ഇത് എന്ത് നിയമോ, ഇത് എന്ത് കമ്മിറ്റി റബ്ബേ? പറയുമ്പോൾ നിങ്ങൾ ചൊല്ലി, ഇയാളെ കമ്മിറ്റിക്കാരെ പറയുന്നത്. കമ്മിറ്റിക്കാർ മാത്രമേ ഉസ്താദിനും ചൊല്ലി. അയാളും അങ്ങനെ 12 കൊല്ലത്തത് ഒറ്റയ്ക്ക് വരുന്ന മനുഷ്യന്മാർ ഹാർട്ടറ്റാക്കാവും. ഷോർട്ടാക്കിയിട്ട് അയാളും പോണം. അങ്ങനെയല്ല വേണ്ടത്. ഈ നിലക്കാണ് ആരാണെങ്കിലും ഇത് എല്ലാം പറയുന്ന എനിക്കാണ് ആദ്യം, പിന്നെ നിങ്ങളോട്. അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രം ഉപദേശിക്കുന്നതല്ല.
അള്ളാഹു ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ. പറഞ്ഞു വന്നത് ആമീൻ നല്ല മട്ടം പോലെ ചൊല്ലണോ. ആമീൻ. പടച്ച റബ്ബേ നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം ചെയ്യണേ അല്ലാ. പറയട്ടെ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുആക്ക് ഉത്തരം ചെയ്യപ്പെടാത്ത ചില മനുഷ്യന്മാരുണ്ട്, അവരെ ദുആക്ക് ഒരിക്കലും ഉത്തരമില്ല. എപ്പോഴും ഹറാമിലായി കഴിയുന്നവന്, കള്ളുകുടി കഞ്ചാവ് ലഹരിയുമായി ബന്ധപ്പെടുന്നവന്, ലഹരിയുമായി ബന്ധപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ കള്ളാവട്ടെ കഞ്ചാവാകട്ടെ ഏതുമാകട്ടെ, ലഹരി എന്ന് പറഞ്ഞാൽ കള്ളും കഞ്ചാവും മാത്രമല്ലല്ല, മറ്റു പലതുമുണ്ട്. ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ പലതുമുണ്ട് പുതിയ പുതിയ പേരില്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ 1400 ആണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു, ഒരു കാലം വരും കേട്ടോ, അന്ന് ജനങ്ങള് വേറെ 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 പേര് വെച്ചിട്ട് ലഹരി ഉപയോഗിക്കും. എന്നൊരു കാലം വരും, അന്ന് ജനങ്ങള് ലഹരി ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ പേരുകൾ വെച്ചിട്ടാണ്. സയഅതി സമാൻ യശ്റബൂനൽ ഖംറ വയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. ഹബീബുൽ വറാ റസൂലുള്ളാഹ് ഒരു കാലം വരാനുണ്ട്, ഒരു നാള് വരാനുണ്ട്. അന്നുള്ള ആ കാലത്ത് ജനങ്ങളതാ ലഹരി ഉപയോഗിക്കുന്നവരാണ്. എങ്ങനെ അറിയുമോ? ലഹരി ഉപയോഗിക്കുന്നത് മാരകമായ മാദക വസ്തുക്കൾ അവർ ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയുമോ? വ്യത്യസ്തമായ ലേബലുകളില്, വ്യത്യസ്തമായ പേരുകളില്, എന്തെല്ലോ പേരുകള്, എന്തെല്ലോ ടൈപ്പിന്റെ സാധനങ്ങള്. ചിറിന്റെ ഇടയിൽ വെക്കുന്നത് വേറെ, ചുണ്ടിന്റെ ഇടയിൽ വെക്കുന്നത് വേറെ, പാലിന്റെ കൂടെ കൂട്ടിയിട്ട് കുടിക്കുന്നത് വേറെ, കാട്രായ വേറെ, അങ്ങനെ വേറെ 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 സാധനങ്ങള്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഈ നിലക്ക് ലഹരി ഉപയോഗിക്കുന്നവന്റെ ദുആക്ക് ഉത്തരമില്ല. മാത്രമല്ല മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചവന്റെ ദുആക്ക്, കുടുംബമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പരിമിതമായ ആൾക്കാർ മാത്രമല്ലല്ലോ. കുടുംബമെന്ന് പറഞ്ഞാൽ കെട്ടിയോളും കുട്ടിയോളും മാത്രമല്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? കുടുംബമെന്നത് വിശാലമായ സാമ്രാജ്യമാണ്, വിശാലമായ ഒരു ലോകമാണ്. അവിടെ ഉമ്മയുണ്ട്, അവിടെ ബാപ്പയുണ്ട്. കുടുംബമെന്ന സാമ്രാജ്യത്തിൽ ഉമ്മാമ്മമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്. കുടുംബമെന്ന ലോകത്തെ ആങ്ങളമാരുണ്ട്, പങ്ങന്മാരുണ്ട്. കുടുംബമാകുന്ന ലോകത്തെ അളിയന്മാരുണ്ട്, മച്ചുനമാരുണ്ട്. കുടുംബമാകുന്ന ലോകത്തെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. കുടുംബമാറാകുന്ന ലോകത്തെ അമ്മായിമാരുണ്ട്, മരുമക്കളുണ്ട്, അമ്മോശനുണ്ട്. എണ്ണിയാൽ തീരാത്ത അംഗങ്ങളുള്ള വിശാലമായ സാമ്രാജ്യമാണ് കുടുംബം. നമ്മളെ അഭിപ്രായത്തിൽ കുടുംബം ചെല്ലേങ്കാരി ഫാമിലി നിങ്ങളുടെ, ഞാൻ ഗൾഫില് ഒക്കെ നിങ്ങൾ മാത്ര അല്ലല്ല, എന്റെ ഫാമിലി ഉണ്ട്. ആര് ഫാമിലി? എന്റെ ഓളും 3 കിടാക്കളും. ഖത്തം ഖലാസ് ആയാ, ഫാമിലി തീർന്ന, ഫാമിലി തീർന്ന. ഫാമിലി എന്നത്, കുടുംബം എന്നത് വിശാലമാണ്. ആ കുടുംബത്തിന്റെ ഫൗണ്ടറായ, അതിനെ അസ്ഥിവാരം പാകിയ ഉമ്മയുണ്ടവിടെ, ബാപ്പയുണ്ടവിടെ, ഉമ്മാമ്മമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, അളിയന്മാരുണ്ട്, മച്ചുനമാരുണ്ട്, അമ്മായിമാരുണ്ട്, മരുമകനുണ്ട്, മരുമകളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. എണ്ണിയാൽ തീരാത്ത അംഗങ്ങളുള്ള ഒരു ലോകമാണ് കുടുംബം. ആ കുടുംബത്തിന്റെ അന്തസ്സ്, അവിടെയുള്ള ഐക്യം, അവിടെയുള്ള സന്തോഷം, അവിടെയുള്ള പിരിശപ്പാട് എപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നത് മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. ഖുർആനല്ലേ, ഖുർആനല്ലേ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണോ, അല്ലാഹനെ പേടിക്കണോ. മാത്രമല്ല വല്ലർഹാം, കുടുംബ ബന്ധത്തെയും സൂക്ഷിച്ചോ.